ഡാൻസിന്റെ ഓഡീഷൻ ഒന്നും അല്ല, തൊഴിലുറപ്പാ. പിന്നെ പച്ചവെള്ളം കിട്ടൂല. അതിനൊക്കെ നമ്മുടെ കുരിയാച്ചായന്റെ വീട്. ചക്കയ്ക്ക് ചക്ക, ചായക്ക് ചായ, പുഴുക്കിന് പുഴുക്ക്. പണി എടുക്കാൻ പോലും സമയം കിട്ടില്ല. അല്ലേലും നമ്മളെവിടെയാ പണി എടുത്തിട്ടുണ്ട്. ഈ പറമ്പിലേക്ക് കുറ്റം പറഞ്ഞിരിക്കാൻ ഒരു മരത്തണല് കിട്ടിയാൽ മതിയായിരുന്നു. ശരിയടി. അല്ല, ഓമന വന്നില്ലേ? അയ്യോ, ഓമനയുടെ കെട്ടിയോ പണിക്ക് പോയെന്നേ. ഓമനയുടെ കെട്ടിയോ പണിക്ക് പോയെങ്കിൽ ഓമന എന്തിനാ വരാതിരിക്കുന്നേ? അതെന്താ ചേച്ചി, ഓമന തൊഴിലുറപ്പിനിടുന്ന ഫുൾ കൈ ഷർട്ട് ഉണ്ടല്ലോ, അതിട്ടുള്ള ഭർത്താവ് ജോലിക്ക് പോയത്. പുഴുക്കൽ ഷട്ടിട്ടില്ലെങ്കിലേ അവളുടെ കയ്യിൽ ചൊറിയണം കടിക്കും. ഒന്നും രണ്ടും തവണയല്ല, 4-5 ദിവസമായി അവള് വരാതിരിക്കുന്നത്. ഇത് ആ പഞ്ചായത്ത് കംപ്ലൈന്റ് ചെയ്യും. എല്ലാരും ഇങ്ങനെ വന്നേ. ഇന്ന് വൈകിട്ട് 5 മണിക്ക് എല്ലാരും നമ്മുടെ സുധാരണ റേഷൻ കടയിലെത്തും. സുധാരണ ഓണക്കിറ്റ് കൊടുക്കുന്നുണ്ട്. സുധാകരൻ എന്തോ ഉണക്കിട്ട് കൊടുക്കുന്നുണ്ട്. ഓണക്കിറ്റ് കഴിഞ്ഞ മണ്ടിയില്ലാത്തത് ഇങ്ങനെ ചോദിച്ചെന്നെ രമണി ഒന്നോട് നിന്നേ. എവിടെ ചെന്നാലും അടുക്കള ചുറ്റിപ്പെട്ടുള്ള നിപ്പുണ്ടല്ലോ, അത് ഇന്ന് അവസാനിപ്പിച്ചോളാം. എന്താണെന്ന് അറിയാൻ പാടില്ല. ഏത് അടുക്കള മീൻ ഉണ്ടാക്കണം മണം വന്നാലും ഒന്ന് അവിടെ പോയി ചേച്ചി 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 ശരി ചേച്ചി, കുടിക്കാൻ കുറച്ച് വെള്ളം തരുമോ? എന്നാ പിന്നെ കഞ്ഞിവെള്ളം ആയിക്കോട്ടെ. ഉണ്ടെങ്കിൽ 2 വശം കൂടി ഇട്ടോ. എന്നാലേ ഇച്ചിരി അച്ചാറും കൂടി കലക്കി എടുത്തേക്ക്. എല്ലാം കൂടി തൊഴിലുറപ്പിന്റെ മണങ്ങള്. ചേച്ചി കുടിക്കാൻ എന്തെങ്കിലും എടുത്താൽ മതി. ടാങ്ക് ഇറക്കിക്കൊണ്ട് ഇത് പുതിയതാണ്. എന്ത് ഈ കമ്മല്? ഇത് പുതിയതാ. ഇത് എത്ര പോലും? ഇത് 2 പവനാ. അതിന്റെ ഡിസൈൻ നോക്കിയേനെ. നിങ്ങൾ എന്താണ് കാട്ടുന്നത്? പണിയെടുക്കാൻ പറഞ്ഞാണ്. വേഗം വെള്ളം. ചേച്ചി കൈക്കോട്ടുണ്ടോ? കൈക്കോട്ട് ഉണ്ട്, ഞാൻ തരാം. എന്നാ പിന്നെ ഒരു പിക്കാസ് കൂടി. ചേച്ചിയെ അരിവാളും കൂടി എടുത്തോ. അല്ലെങ്കിൽ കൊട്ടെ. അല്ല, നിങ്ങൾ പിന്നെ എന്താണ് അങ്ങോട്ട് വന്നത്? ചേച്ചി ഇഷ്ടമാണത്തേക്ക് ക്ഷമിക്കണം. ഞാൻ കാര്യം ചോദിച്ചിട്ട് നിങ്ങളുടെ എന്തൊക്കെയാണുള്ളത്? കണ്ണാടി, പൗഡർ, ചാന്ത്, പൊട്ട്, ചീപ്പ്. നിങ്ങൾ ഫാഷൻ പരിപാടി കാണിക്കാനോ ഓർഡർ നിൽക്കാനോ അമ്മേ? ഇങ്ങനെയാണ് പഞ്ചായത്തിൽ കൊണ്ട് ഞാൻ അയ്യോ ചേച്ചി, എന്റെ പണി കളയരുത്. നോക്കിക്കോളാം. എന്തല്ല നോക്കിയിരിക്കുന്നത്, തുടങ്ങാം. പുതിയതാണോ ഈ സാരി? നിങ്ങൾ എന്താ ചോദിക്കാത്തെന്ന് വിചാരിച്ചിരിക്കും. ഇത് ചേട്ടൻ സർപ്രൈസ് ഗിഫ്റ്റ് തന്നതാ. 5000 രൂപയായി. കണ്ടോ, 10,000-ന് പുറത്ത് നിങ്ങളോടല്ലേ പറഞ്ഞത് ഓർഡർ കളിക്കാന്ന്. അയ്യോ ചേച്ചി, ഇത്തവണത്തേക്ക് കൂടെ ഒന്ന് മാറ്റാക്കണം. ചേച്ചി നീ മേടിച്ചായിരുന്നോ? എന്ത് മീനാ? അയ്യോ ശരി ചേച്ചി, വലിയ മീനൊന്നും അല്ലേലും ഇപ്പൊ മേടിക്കണ്ട. വലിയ അതുണ്ട്. ചെറിയ മീന ചാളയല്ലയോ? എത്ര രൂപയ്ക്ക് മേടിച്ചു? 100 രൂപയ്ക്ക്. എത്ര കിലോ കിട്ടി? 1 കിലോ. 1 കിലോ കിട്ടിയോ? വീട്ടിൽ 2 പേരേ ഉള്ളല്ലേ? അയ്യോ, അപ്പൊ ഒരുപാട് മിച്ചം കാണുമായിരിക്കും. എന്നാ ഞാൻ കുത്തിക്ക് തന്നേക്ക്, ഞങ്ങൾ തിന്നോളാം. അങ്ങനെ വീട്ടിൽ പോയിട്ട് മീൻകറി ചോദിക്കാൻ മീൻ പിടിച്ചോ. അയ്യോ ചേച്ചി, ഇത്തവണത്തേക്ക് കൂടി മാപ്പാക്കണം. ഇപ്പൊ ചേച്ചി കുട്ടിയുണ്ടോ? ഒരെണ്ണുണ്ടെന്ന് ഞാൻ അത് പറഞ്ഞല്ല. കണ്ടോ, മുഖത്തൊരു ചുളിക പോലും ഇല്ല. കർമ്മം കണ്ട പ്രായം പറയത്തില്ല. പുതിയതാണോ? ചെരുപ്പ് അല്ല, പഴയതാ. എന്നെ സൂചിപ്പിച്ച് പണിയെടുക്കാൻ എനിക്ക് മനസ്സിലായി. എല്ലാം പോയി പണിയെടുത്തോ. 1 മണിക്കൂറിനകത്ത് 7 മുഴുവൻ വൃത്തിയാക്കിക്കോണം. ഈ 2 ഭൂതനാളും കൂടെ നമ്മളെ പണിയെടുപ്പിച്ച് കൊല്ലിക്കും. ഞാൻ അപ്പഴേ പറഞ്ഞതാണ് ഇവിടെ വന്നാൽ നമ്മുടെ കളി നടക്കുക. ഈ
അങ്ങോട്ട് ഇനി എന്തിനാ എഴുന്നിട്ട് ഞാനൊരു കാര്യം പറയട്ടെ നമുക്ക് നമ്മളെ ഇടപെടുക്കാം. പാമ്പ് കളിയാണ്. അതെന്താ പാമ്പ് കളിക്കും പാമ്പ് കളി എന്ന് വെച്ചാൽ പറമ്പിലില്ലേ നമ്മള് പ്ലാസ്റ്റിക് പാമ്പിന് നമ്മളിടും. പറമ്പില് പാമ്പിടെന്ന് പറയുമ്പോ ജോലി എടുക്കണ്ടെന്ന് പറയും. ജോലി എടുക്കുകയും ചെയ്യണ്ട. ഞാനേ പള്ളയൊക്കെ എന്റെ മുകളിലിട്ടു. ശരി, അടുത്ത വീട്ടിൽ പോയി ഇതേ പണി എടുക്കണ്ടേ? സദ്യ റെഡി. ഞാൻ പോയി നടു നോക്കിട്ട് നീ ഇന്നത്തെ ഭ്രമണത്തിന്റെ കഥ പറഞ്ഞു.